ഹായ് ഫ്രണ്ട്സ്, കാറും ലോറികളൊക്കെ ചെളിയിൽ താണ് കഴിയുമ്പോൾ അതിൻ്റെ ടയർ വെറുതെ കിടന്ന് സ്പിന്നാവണത് കാണാം. അതായത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ടയർ കറങ്ങുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങണമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം സൈക്കിളായിട്ട് ബന്ധപ്പെടുത്തി പറയാം. അതായത് നമ്മളൊരു അഗ്രസീവ് ബൈക്കിലേക്ക് മാറും തോറും നമ്മുടെ ചെയിൻ സ്റ്റേയുടെ നീളം കുറയും. ഇങ്ങനെ നീളം കുറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുറകിലെ ടയർ മാക്സിമം സീറ്റ് ട്യൂബിനോട് അടുത്ത് വരും. അതായത് ഇങ്ങോട്ടേക്ക് നീങ്ങി കഴിയുമ്പോൾ റൈഡറുടെ വെയിറ്റ് കൂടുതലും പുറകിലെ ടയറിലേക്ക് കേന്ദ്രീകരിക്കും. അതായത് ട്രാക്ഷൻ കൂടും. വെയിറ്റ് ഇവിടെ വന്ന സമയത്ത് സൈക്കിളിൻ്റെ ടയർ വെറുതെ കിടന്ന് സ്പിന്നാവില്ല, കറങ്ങണതനുസരിച്ച് വണ്ടി മുന്നോട്ട് നീങ്ങും. അതായത് ആക്സിലറേഷൻ കൂടും. ഇതിൻ്റെ മറ്റൊരു ഗുണമാണ്, നമ്മൾ കയറ്റം കയറുമ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട്, അതായത് വെറുതെ കിടന്ന് സ്പിന്നാവില്ല. വെയിറ്റ് കൂടുതലിവിടെ വരുന്നതുകൊണ്ട്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ട്രാക്ഷൻ കൂടുതൽ കിട്ടും. സോ അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ കൂടുതലായിരിക്കും. നമ്മൾ ബൈക്ക് ജിയോമെട്രിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും ചെയിൻ സ്റ്റേയും.